പിതാവ് കൊണ്ടുവന്ന സംവരണ സംവിധാനം മകളെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ. ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രപിതാവുമായ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി നിന്ന് കോടാലി കൊണ്ട് തല വെട്ടിപ്പൊളിക്കുന്ന പ്രക്ഷോഭകന്റെ ദൃശ്യം ലോകമെങ്ങും കണ്ടുകഴിഞ്ഞു. ബംഗ്ലാദേശ് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ദയനീയ അവസ്ഥയുടെ പ്രതീകമാണ് ഈ ചിത്രം. രാജ്യത്തെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തും ദിശാബോധവുമുള്ള നായകനും നായികയും ഇല്ലാത്ത ഒരു രാജ്യം. അതിന്റെ എക്കാലത്തെയും മഹാനായ നായകന്റെ പ്രതിമയോട് പോലും കല്ലി തീർക്കുന്നു. മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയ്ക്കാകട്ടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നിരിക്കുന്നു. വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സർക്കാർ ജോലികളിൽ ഉറപ്പാക്കിയ സംവരണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് 5ാം വട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 7 മാസമാകുമ്പോഴേക്കും ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത്. 2024 ജൂലൈക്ക് ശേഷം 2 ഘട്ടമായി നടന്ന പ്രക്ഷോഭത്തിൽ 300-ലേറെ പേർ കൊല്ലപ്പെട്ടു. സംവരണ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി എഴുതുകയും അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ: സമരത്തെ ഷെയ്ഖ് ഹസീന കൈകാര്യം ചെയ്ത രീതി. ജനകീയ പ്രക്ഷോഭങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നതാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ രാജിയും തുടർന്നുള്ള പലായനവും ലോകത്തോട് പറയുന്നത്. ഇപ്പോഴിതാ പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുകയാണ് ബംഗ്ലാദേശ്. ധാക്കയിൽ നിന്നുള്ള വാർത്തകൾ ആ രാജ്യത്തിന് മാത്രമല്ല അയൽപക്കത്തുള്ള ഇന്ത്യക്കും ശുഭകരമല്ല. ജനാധിപത്യത്തിന്റെ പരിവേഷം എത്ര വാരി പൂശിയാലും വരാൻ പോകുന്ന ഇടക്കാല സർക്കാരിന്റെ കടിഞ്ഞാൻ സൈനിക മേധാവിയുടെ കയ്യിൽ തന്നെയുണ്ട്. ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾ അത്യന്തം ആകാംക്ഷയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. ഇന്ത്യയുമായി 4000-ലേറെ കിലോമീറ്റർ കര അതിർത്തി പങ്കുവെക്കുന്ന ബംഗ്ലാദേശിലെ ഓരോ ചലനങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ബംഗ്ലാദേശിലെ കലാപ സാഹചര്യം മുന്നിൽ കണ്ട് അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞു. മാത്രമല്ല, ഇന്ത്യയോടും ചൈനയോടും സന്തുലിത ബന്ധം പുലർത്തുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ താഴെ വീണത് ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചും ചില ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. അവാമി ലീഗിന്റെ പതനം പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അനുകൂല ഘടകമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭീഷണി. പ്രത്യക്ഷത്തിൽ തന്നെ ഇന്ത്യയെ എതിർത്ത് ചൈനയോട് കൂറ് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടികളാണിത്. വരും ദിനങ്ങൾ ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിന്റെയും രാഷ്ട്രീയ ഭാവിക്ക് മാത്രമല്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിനും നിർണായകമായേക്കും. പട്ടാളം ഭരണം ഏറ്റെടുത്തതോടെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സ്വാധീനം വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നത് പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ബംഗ്ലാദേശിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്കും ആവശ്യമായ സഹായങ്ങൾ നൽകിയത് പാകിസ്ഥാൻ ആണെന്നതും വ്യക്തം. തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള ഭരണ സംവിധാനത്തെ ബംഗ്ലാദേശിൽ പ്രതിഷ്ഠിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇരു പാർട്ടികളുടെയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പരസ്യമാണ്. പാകിസ്ഥാനും ചൈനയ്ക്കും ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. നിലവിൽ സമാധാനപരമായ ബംഗാൾ അതിർത്തിയും ഇതോടെ അശാന്തമാകും. മാലിദ്വീപിലും നേപ്പാളിലും നിലവിലെ ചൈന അനുകൂല ഭരണകൂടങ്ങളാണ് എന്നതും ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുമായി ബംഗ്ലാദേശ് തർക്കം തുടർന്ന് തീസ്റ്റ നദിക്കരയിൽ വികസനത്തിന് $100 കോടി നിക്ഷേപം വാഗ്ദാനം ചെയ്ത് കാത്തിരിക്കുന്ന ചൈനയ്ക്ക് BNP വരുന്നത് വലിയ ഗുണവും ഇന്ത്യക്ക് അത്രത്തോളം തിരിച്ചടിയും ഉണ്ടാകുന്ന കാര്യമാണ്. സിലിഗുരു ഇടനാഴിക്കടുത്ത് നിർദ്ദിഷ്ട പദ്ധതിക്കായി ചൈന സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഭീഷണിയല്ല ഉയർത്തുന്നത്. ബംഗ്ലാദേശിൽ ഇതിനകം 4000-ലേറെ കോടി നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈന BNPയുടെ കീഴിൽ രാഷ്ട്രീയ സാഹചര്യം എളുപ്പമാകുമ്പോൾ നേപ്പാളിനും മാലിദ്വീപിലും സമാനമായി വൻതോതിൽ ബംഗ്ലാദേശിൽ നിക്ഷേപം നടത്തി ദക്ഷിണേഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ സ്വാധീനത്തിന് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും പതിയിരിക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കൂടാതെ ഇന്ത്യ ബംഗ്ലാദേശ് കണക്ടിവിറ്റി, തുറമുഖ സമുദ്ര മേഖലകളിലെ സഹകരണം തുടങ്ങിയവ ഹസീനയുടെ കാലത്ത് ശക്തി പ്രാപിച്ചിരുന്നു. ജൂണിൽ ഹസീനയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒട്ടേറെ സംയുക്ത പദ്ധതികളും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അസ്ഥിരതയായ ബംഗ്ലാദേശിൽ ഈ പദ്ധതികളുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചും ആശങ്കയുണ്ട്. അഭയാർത്ഥി പ്രവാഹമാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി. നിലവിലെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചവർക്ക് ബംഗ്ലാദേശിൽ തുടരുക എന്നത് പ്രയാസമാണ്. അതിൽ പലരും ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യക്കകത്തും പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്.
ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയ ഉടൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം പെട്രാപോളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അടച്ചു. അതിർത്തിയിലുള്ളവർക്ക് BSF ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആളുകളെ അതിർത്തിക്ക് 500 മീറ്റർ അകലെ തടഞ്ഞ് മടക്കി അയക്കുകയാണ്. അതിർത്തി കടന്ന ഇന്ത്യൻ ലോറി ഡ്രൈവർമാരെ സേന തിരിച്ചയച്ചു. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി നിലയുറപ്പിക്കാനാണ് ഫീൽഡ് കമാൻഡർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ത്യൻ റെയിൽവേ നിർത്തിവെച്ചു. ധാക്കയിലേക്കുള്ള വിമാന സർവീസുകളും നിർത്തി. ബംഗ്ലാദേശിൽ 4 ലക്ഷത്തോളം പേരാണ് അക്രമാസക്തരായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി രാജിവെച്ചതോടെ വലിയ ആഘോഷമാണ് സമരക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗനോ ഭവൻ ആയിരങ്ങൾ ബലം പ്രയോഗിച്ച് കയ്യേറി കൊള്ളയടിച്ചു. അതിനിടയിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ്മാൻ വ്യക്തമാക്കി. നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാകുമെന്നും വിവരമുണ്ട്. ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചതിന് പുതിയ ഭരണ സംവിധാനത്തിൽ നിന്ന് ഇന്ത്യക്ക് തിരിച്ചടിയുണ്ടായേക്കാം. ഇത് നേരിടുന്നത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിച്ചിരുന്നു. ഒറ്റക്കെട്ടായി ഈ പുതിയ സാഹചര്യം നേരിടാനാണ് ഇന്ത്യയുടെ തീരുമാനം.